നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ കുറച്ചിങ്ങനെ ഒരു ജുബ്ബ മോഡലിലേക്ക് വന്നിട്ട് ജുബ്ബയും ധോത്തിയും അല്ലെങ്കിൽ ജുബ്ബയും അതിൻ്റെ കൂടെയുള്ള പാൻറ്റും കൂടെ ചേർന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മെൻ സെക്ഷനിലേക്ക് ഒരുപാട് പുതിയ കളക്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ NRIസിൻ്റെ ഒരു സമയം നമ്മുടെ നാട്ടിലോട്ട് വരുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു സമയത്തേക്ക് അവർക്ക് ഈ 2 മാസം കഴിയുമ്പോഴേക്കും ഓണം വന്നു. അപ്പോൾ ഈ ഓണത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ഓരോരോ സെലിബ്രേഷൻസിലേക്ക് ജുബ്ബയാണ് കൂടുതലായിട്ട് പോകാറ്. അപ്പം അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഡേയ്സി ഒന്ന് പരിചയപ്പെടുത്താമോ? മാഡം പറഞ്ഞ പോലെ ഇപ്പൊ ഓണത്തിനൊക്കെ വരുമ്പോ എന്താ പറയാ, ഈ സമയത്ത് ഈ ജൂൺ ജൂലൈയിലാണ് അവർക്ക് അവിടെ ചെന്ന് സെലിബ്രേഷൻ അവർക്ക് പലതാണ്. ഓണ സെലിബ്രേഷൻ ഓരോന്നെത്തുമ്പോ നമ്മൾ ഓരോന്നെത്തുമ്പോ നിർത്തുമ്പോ അവിടെ ഇരട്ടിയാണ്. മലയാളികൾ ഓരോ അസോസിയേഷനിലോട്ട് ഒരു 10 ഓണം ഉണ്ണൂന്നാണ് ഫ്രണ്ട്സ് ഒക്കെ പറയാറ്. 10-20 ഓണം ഉണ്ണൂന്ന്. അപ്പോൾ ഓരോ അസോസിയേഷനിലും ഓരോ ചർച്ച് ബേസ്ഡ് ആയിട്ടൊക്കെ നിങ്ങളുടെ ഓരോരോ കമ്മ്യൂണിറ്റിയിലേക്ക് നേരത്തെ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ജുബ്ബ അല്ലെങ്കിൽ ജുബ്ബയുടെ കൂടെയുള്ള ധോത്തി അങ്ങനെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ സെറ്റ് ചെയ്യും. കേരള സാരി ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഭർത്താവിനെ അതേപോലെ തന്നെ എന്താ പറയാ സെറ്റ് ചെയ്ത് കൂടെ നിർത്താൻ പറ്റിയ ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ. നോക്കി, ഇതൊക്കെ വരുമ്പോൾ കോട്ടണിൽ വന്ന കുർത്തകളാണ്. ബ്ലാക്ക്, ചിക്കു കളറൊക്കെ വന്ന മെറൂൺ കളറ്. ഇതിന് വേണമെങ്കിൽ ഇതിന്റെ ആ പാന്റ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ധോത്തി കൂടെ ഉപയോഗിക്കാം. കേരള കസവ് ധോത്തികൾ ഉപയോഗിക്കാം. അതിന്റെ കുറച്ചുകൂടി സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത്. ഇതാ സ്ലബ് കോട്ടൺ അല്ല, നല്ല ക്വാളിറ്റി ഉള്ള മറ്റേ ഇത് ബ്രാൻഡാണ്. DHന്റെ ശുഭം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ വരുന്ന പല കളറുകൾ. അപ്പം ഇത് നല്ല എംബോസിങ് പോലെ ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഒരു ഡ്യുവൽ വീവിങ് പാറ്റേൺ ആണ് എംബോസിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം സാരി കാണിച്ച പോലത്തെ. അതുപോലെ തന്നെ ഇത് നേവി ബ്ലൂ കളറിലേക്ക്, ഇത് മെറൂൺ, ഈ നേവി ബ്ലൂവിൻ്റെ ഒരു ഓഷൻ ബ്ലൂ കണ്ടോ. ഇതിപ്പം ഓണം എന്നല്ല, എന്തൊരു ഒക്കേഷൻസിലേക്ക് നമുക്ക് കല്യാണ ഫംഗ്ഷന് ചെക്കൻ്റെ അപ്പനും ബ്രദേഴ്സൊക്കെ ആ രീതിയിലേക്ക് പാരൻസിനും പറ്റുന്ന രീതിയിലേക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ്. ഏത് കളർ സാരി എടുക്കണം മാച്ചിങ് ആയിട്ട്. ഡാർക്കിലേക്ക് പോകണമെങ്കിൽ ഇതാ മുന്തിരി കളറിലേക്ക്, പീച്ച് കളറിലേക്ക്. ഇത് ചെറിയൊരു ഷൈനിങ്ങോട് കൂടിയിട്ട് ഒരു ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ട്. അപ്പൊ ഇത് നോക്കിയ 6 ആക്ക് ഡിസൈൻ ആണ്. ഒരു വെറൈറ്റി, ഒരു ഒലിവ് ഗ്രീൻ പോലെ മെറൂൺ, അതിന്റെ തന്നെ കളർ ടോൺ മെറൂൺ. അതേ നോക്കിയ നല്ലൊരു ഗ്രീൻ. അതുപോലെ തന്നെ ഡിസൈൻ നോക്കുന്നു, നല്ലൊരു ഡിസൈൻ, ഒരു ത്രെഡ് വീവിംഗ് പോലെ. അത് കൊള്ളാട്ടോ, ലോങ് ആണ് ഇതൊക്കെ. അതിന്റെ തന്നെ 2 കളർ ഉണ്ട്, മെറൂണും ഉണ്ട്. ഇതിന്റെ കൂടെ വൈറ്റ് ധോത്തി ചെയ്യണം, അതും കൂടെ വെച്ച് കാണിക്കാറുണ്ട്. അടിപൊളിയാണ്. പിന്നെ നല്ല ഒരു പീച്ച്, സൽമൺ പീച്ച് കളർ ടോൺ. പിന്നെ നോക്കുന്ന പിള്ളേരെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം നോക്കേ, അടിപൊളി. ഇത് ഷോർട്ട് കുർത്തയാണ്, ഒന്ന് വിരിച്ച് കാണിച്ചേ. അതും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കുർത്ത, ഒത്തിരി പേര് ചോദിക്കണ്ടേ. ഫുൾ സ്ലീവ് ഷോർട്ട് കുർത്ത. ഇതിന്റെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ. 44 വരെ ഉണ്ട് സൈസ്. 38 മുതൽ 44 വരെ സൈസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പാകത്തിനൊത്ത് റേറ്റ് കുറവാന്നേ. ഞാൻ അതാണ് ഇപ്പൊ നോക്കണേ. പിന്നെ ഇങ്ങനത്തെയൊക്കെ നോക്കുമ്പോ കൂടുതൽ ഇവിടെ വരുന്നവര് ചോദിക്കുന്നത് 1 ടൈം യൂസ് ആണ്, ബഡ്ജറ്റ് റേഞ്ചിലുള്ളത് വേണമെന്ന് പറയുമ്പോ ഇത് കണ്ടോ, പ്രൈസ് റേഞ്ച് 699 അല്ലേ? അതിന്റെ കളറുകളാണ്. അതിലേക്ക് കളർ ചേഞ്ചസ്, നല്ല റൂബി പിങ്ക്, നേവി ബ്ലൂ, ഡാർക്ക് കോഫി ബ്രൗൺ മതി ഇപ്പൊ സാരിയില്. സാരി അപ്പൊ അതിനെ പെയർ ചെയ്തിട്ടൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനിൽ ഈ ഷോർട്ട് കുർത്ത നല്ല ഭംഗിയാണ്. അതും ചൈനീസ് കോളറും, ഒലിവ് ഗ്രീൻ, വൈറ്റ്, പിന്നെ ഒരു സ്കൈ ബ്ലൂ, ഗ്രേ, ഡാർക്ക് ഓറഞ്ച്, ബ്രൈറ്റ്, ടീൽ ബ്ലൂ കളർ, ഒരു പിങ്ക് പീച്ച് പോലത്തെ ഒരു കളറ്. ഏതൊക്കെ നോക്കിയാൽ നല്ല പർപ്പിള്, വയലറ്റ്, പ്ലമ്മിന്റെ ഒരു ഗ്രേ കളറ്, സിമന്റ് ഗ്രേ, മെറൂൺ.